ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് വെളിച്ചം തേടിയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ യാത്രയിൽ അവർക്കാവശ്യമായ വഴിയും സത്യവും ജീവനുമായിരിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും നല്ല അധ്യാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കർത്താവായ യേശുമിശിഹ മാത്രമാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രാർത്ഥിക്കുന്ന ഒരമ്മ, പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഈ ഭൂമിയിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്പർശിച്ചു കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരാൻ നേരത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ല. ടെൻഷൻ മാറാൻ വേണ്ടി കൂട്ടുകാരിയുടെ അടുത്ത് പോകില്ല, ടെൻഷൻ മാറാൻ വേണ്ടി വണ്ടി എടുത്ത് കറങ്ങാൻ പോകില്ല, ടെൻഷൻ മാറാൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, ടെൻഷൻ മാറാൻ വേണ്ടി കള്ളു കുടിക്കാൻ പോകത്തില്ല, ടെൻഷൻ മാറാൻ വേണ്ടി പ്രേമിക്കാൻ പോകത്തില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ പോകുന്ന വഴിയൊക്കെ പരിശോധിച്ചോ. ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? സമാധാനമില്ലായ്മ ഇവിടെ നിന്ന് വരുന്നത് ജ്ഞാനം 14:22 ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ്. ഇപ്പം ഈ കാലയളവിൽ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ചാനലിലൂടെയും കടന്നു വരുന്ന പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളതിലൊക്കെ വളരെ ആങ്സൈറ്റിയോടെ വളരെ താല്പര്യത്തോടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ നേരത്ത് അവരുടെ ചിന്ത അങ്ങനെയൊന്നുമല്ല. നിരീശ്വരവാദികളായ സഹോദരങ്ങൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്തവർ, അല്ലെങ്കിൽ യേശുവും മറ്റ് സ്ത്രീകളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെ ചോദ്യം ചെയ്യുന്നവർ, ബൈബിളിൻ്റെ അസ്തിത്വത്തെയും അടിസ്ഥാനത്തെയും ചോദ്യം ചെയ്യുന്നവർ, സഭയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവർ, പൗരോഹിത്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത് ഇങ്ങനെ ചോദ്യം ചെയ്ത് കിടക്കുന്ന ആളുകൾ പറഞ്ഞ വാക്കുകൾ ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടീച്ചർമാർ സൺഡേ സ്കൂൾ ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനോദന ബൈബിളിൻ്റെ ക്ലാസ് എടുക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ ശാലോമിലൂടെയുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ നേരത്തും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അവരിതിനൊന്നും ശ്രദ്ധയില്ലാതെ ഇത് ഏതെങ്കിലും ഒരു അച്ഛൻ്റെ പണിയാണെന്നോർത്ത്, തൊഴിലാണെന്നോർത്ത്, അമ്മയ്ക്കും അപ്പനൊന്നും പ്രത്യേകിച്ച് പണിയില്ലാത്തത് കൊണ്ട് ഇത് അവരുടെ ഡ്യൂട്ടിയാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അത് ശ്രദ്ധിക്കാനുള്ള ഒരു ചിന്ത പോലും അവർക്കില്ല എന്നുള്ളത് തിരിച്ചറിയുക. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് ജീവിക്കുന്ന ദൈവത്തെ കാണാൻ ഇന്ന് വഴിയില്ല. അവർക്ക് ജീവിക്കുന്ന ദൈവത്തെ കാണണമെങ്കിൽ കാണപ്പെടുന്ന ദൈവമെന്ന് പറയുന്നത് 1 മാതാപിതാക്കളാണ്, 2 ഗുരുക്കന്മാരാണ്, പഠിപ്പിക്കുന്ന അധ്യാപകർ, ജന്മം കൊടുത്ത മാതാപിതാക്കൾ. നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ ഒരിക്കലും ആ കുഞ്ഞുങ്ങളെ തിരുത്താൻ പറ്റത്തില്ല. നമുക്കറിയാം, നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അച്ചിലൂടെയാണ്. ഈ അച്ചിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സാധനത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അച്ച് കറക്റ്റാണെങ്കിൽ അതിൽ വാർത്തെടുക്കുന്ന എന്ത് സാധനങ്ങളും നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ എത്ര കുറവുള്ള ഒരു അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനാണെന്ന് ഒരു കുഞ്ഞിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ തകർക്കാൻ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടി പറഞ്ഞു വിടാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞ് നമ്മുടെ കിടപ്പറയിലും നമ്മുടെ സ്വീകരണ മുറിയിലും കാണാവുന്ന ചാനലുകളെ കണ്ടാൽ മതി, മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് മ്ലേച്ഛതയുടെ വഴിവിത്തുകൾ നമ്മുടെ സ്വീകരണ മുറിയിലും നമ്മുടെ ബെഡ്റൂമിലും നമ്മുടെ വീട്ടിലും നമ്മൾ വരുത്തിയാൽ, നമ്മളത് കണ്ട് ആസ്വദിച്ചാൽ, പ്രിയമുള്ള മാതാപിതാക്കളെ, അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചു പോകുമെന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രേമത്തിൽ വീണുപോയ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ തിരികെ വരാൻ വേണ്ടി പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആ തിരിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ ഒന്നും നമുക്ക് കിട്ടാതെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തിരിച്ചു കിട്ടിയതെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവരുടെ ജീവിതത്തിൽ അവർ പരിത്യാഗത്തിലൂടെയോ സഹനത്തിലൂടെയോ ശിക്ഷണത്തിലൂടെയോ ആ കുഞ്ഞുങ്ങളെ അവർക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവഭയമില്ലാതെ ഇതൊക്കെ കാലത്തിൻ്റെയും നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്, ഇതൊന്നും പള്ളിയിലച്ചന്മാർക്കോ ബൈബിളിനൊന്നും മനസ്സിലാകാത്ത അവരിപ്പോഴും
കാലത്തിൻ്റെ പുറകോട്ടാണ് നടക്കുന്നതെന്ന് ചിന്തിക്കുന്ന മാന്യന്മാരോടാണ് പറയുന്നത്. അങ്ങനെ ധ്യാനിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. ആകാശം മാറിപ്പോകും, ഭൂമിയും മാറിപ്പോകും. ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് അത് ഇന്നലെയും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതാണ്, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പരാജയമെന്ന് തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ടുള്ളൂ. അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മാനസാന്തരപ്പെട്ട വ്യക്തികളോടൊക്കെ ഞാൻ പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. മദ്യപിച്ച് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയ സഹോദരങ്ങളുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ചു വരാൻ തോന്നുന്നത്, എന്തുകൊണ്ടാണ് നിനക്ക് തിരിച്ചിങ്ങനെ ജീവിതത്തിലേക്ക് സാധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ 99% ആളുകളും പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർത്തിരിക്കാറുണ്ട്. അച്ഛാ, ഞാൻ കള്ളുകുടിച്ച് വരാൻ നേരത്തായിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്ത് വന്നിട്ടായിക്കോട്ടെ, എന്നെ ഒത്തിരിയൊന്നും ഉപദേശിക്കാനോ പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോയാലും രാത്രിയുടെ യാമങ്ങളിൽ ആ ചെറിയ മെഴുകുതിരി വെളിച്ചത്തിന് മുമ്പാകെ ആ ബൈബിളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പൻ്റെ മുഖമുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ മുഖമുണ്ടല്ലോ, അതെൻ്റെ ചങ്കിൽ നിന്ന് മാറുന്നില്ല അച്ഛാ. ഇതാണ് ഏറ്റവും വലിയ പഠനം. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്ക്. നിങ്ങൾ എത്ര തിരക്കുള്ള വ്യക്തിയായിക്കോട്ടെ, നിങ്ങൾ ഏത് പ്രൊഫഷനിൽ നിങ്ങൾ മിടുക്കരായിക്കോട്ടെ, പക്ഷേ നീ മുട്ടുകുത്തുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നൊരു യാത്രക്കാരൻ മാത്രമാണെന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി കൊടുത്താൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ ഒരു ശക്തിക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഗവൺമെൻറ് തൂഫാൻ പോലെയുള്ള പ്രോജക്റ്റുകൾ ഇന്ന് നടത്തിയിട്ട് നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങളെയാണ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ സഹകരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പ്രതികരിക്കണം. കാരണം ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി വിശുദ്ധനായാൽ, ഒരു വ്യക്തി നട്ടലുള്ളവനായാൽ, ഒരു വ്യക്തി ബോധ്യമുള്ളവനായാൽ ആ വ്യക്തിയിലൂടെ ആ സമൂഹം മുഴുവൻ രക്ഷപ്പെടുമെന്ന് നമ്മളെപ്പോലെ ബോധ്യമുള്ള ഒരു സമൂഹം ഈ ലോകത്ത് വേറെ ആരാണുള്ളത്? നമ്മളല്ലേ ബൈബിൾ പഠിക്കുന്നത്, നമ്മളല്ലേ പഠിപ്പിക്കുന്നത്. സ്വന്തം സഹോദരങ്ങൾ തൻ്റെ സഹോദരനെ പൊട്ടക്കിണറ്റി കൊണ്ട് ഇടാനും അവനെ ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ട് ആ നഷ്ടപ്പെട്ടു പോയവനെ ആ രാജ്യത്തിൻ്റെ മിസ്രയീം രാജ്യത്തിൻ്റെ മന്ത്രിയാക്കുകയും തന്നെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ തക്കവണ്ണം അവനെ ഉയർത്താൻ സാധിച്ചൊരു ദൈവമുണ്ടെന്നും ഒരു ന്യായാധിപനായ ജോസഫ് ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കുന്ന നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടും കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും വിഷയമില്ലേ? ഇന്ന് നമുക്കൊക്കെ എവിടെയൊക്കെയോ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു നമ്മുടെ മനസ്സൊക്കെ ഒരു ഫ്രീസിങ് ആയി കിടക്കുകയാണ്, നിർജീവമായി കിടക്കുകയാണ്. പിള്ളേരുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മുടെയൊക്കെ മനസ്സ് ചതഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. നമുക്കൊരു നെഹമ്യാവിനെ ആവശ്യമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവുകൾ നമുക്കിന്ന് നമ്മുടെ കുടുംബത്തിൽ ഉയർത്തെഴുന്നേൽക്കണം. എസ്രായെ പോലെ, നെഹമ്യാവിനെ പോലെ പാപത്തിൽ വീണുപോയി കിടക്കുന്ന, തകർന്നുപോയി കിടക്കുന്ന, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കാതെ ക്ലാസ് കട്ട് ചെയ്ത് കിടക്കുന്ന, ബഹുമാനമില്ലാത്ത, സ്നേഹമില്ലാത്ത, അഗ്രസീവായിട്ടുള്ള, ടെററിസ്റ്റായിട്ടുള്ള, പ്രത്യേകിച്ച് വെറുപ്പിലും വൈരാഗ്യത്തിലും വന്ന് സ്വന്തം കൂടെപ്പറപ്പുകളെ, കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എപ്പോഴാണ് ഉപദ്രവിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത വണ്ണമുള്ള ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ നമ്മൾ മനസ്സ് മരവിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകാനില്ലെങ്കിലും എൻ്റെ കുഞ്ഞൊക്കെ പഠിച്ച് ഞാൻ നന്നായിട്ടൊക്കെ പഠിപ്പിച്ച് അതിന് ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് എൻ്റെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നും മാത്രം ആലോചിച്ചിരിക്കല്ലേ. എൻ്റെ കുഞ്ഞ് മാത്രമല്ല, അതിൻ്റെ കുഞ്ഞും അതിൻ്റെ അടുത്ത കുഞ്ഞും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തെ അറിയാത്ത, പാപം മാത്രം ചെയ്ത് ശീലമുള്ള, സ്നേഹം അറിയാത്ത, ദുഷ്ടതയുടെയും മ്ലേച്ഛതയുടെയും ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി വസിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എത്ര നല്ല വസ്ത്രമിട്ട് നമ്മൾ നടന്നാലും ശരി, ചെളിയുടെ അടുത്താണ് പോയി നിൽക്കുന്നതെങ്കിൽ ആൾ പോയാലും വാഹനം പോയാലും
ആ ചെളിയുടെ അംശം നമ്മുടെ വസ്ത്രത്തിൽ വീണാൽ വസ്ത്രം നല്ലതാണ്, പക്ഷേ അത് നമ്മളെ മലിനമാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ക്രിസ്ത്യാനികളായി നമ്മൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശാലോം ടി വി കാണുന്നവരുടെ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. ദൈവമേ, ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ അത് ഏറ്റവും കൂടുതൽ കരഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ കുടുംബങ്ങളിലാണ് ഏറ്റവും കുറവ് മക്കളുള്ളത്. നമ്മുടെ കുടുംബങ്ങളിലാണ് നമുക്ക് മക്കൾക്ക് എണ്ണം നമ്മൾ കുറച്ചത്. അതുകൊണ്ട് എന്തു പറ്റി? പങ്കുവെക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്കാളില്ല, ഷെയർ ചെയ്യാൻ നമുക്കാളില്ല, സ്നേഹം കൊടുക്കാൻ നമുക്കാളില്ല. നമ്മൾ നമ്മുടെ സുഖത്തിനും നമ്മുടെ സൗകര്യത്തിനും മക്കളുടെ എണ്ണം നിജപ്പെടുത്തിയപ്പോൾ സഹ ഉദരൻ എന്ന വാക്കിന് അർത്ഥം നഷ്ടപ്പെട്ട് കായേനോട് ചോദിച്ച പോലെ നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കാൻ നമുക്കാളില്ല. ആളുണ്ടായിരുന്നു നമ്മുടെ സഹോദരൻ നഷ്ടപ്പെടില്ലായിരുന്നു. നമുക്ക് കൂടെപ്പറപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളാൾ നഷ്ടപ്പെടില്ലായിരുന്നു. നമ്മൾ നമ്മുടെ സുഖത്തിനും നമ്മുടെ സൗകര്യത്തിനും മക്കളുടെ എണ്ണം കുറച്ചപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പൂട്ടാൻ പോവുകയാണ്. ആവശ്യമില്ല. ആർക്ക് വേണ്ടിയാണ് നമ്മൾ പിടിയേരി പിരിച്ചും കാശ് കൊടുത്തും വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടാക്കി? ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾ കഷ്ടപ്പെട്ടു, നമ്മൾ നന്നായി എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ ദോഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് കുഞ്ഞുങ്ങളില്ല, അതുകൊണ്ട് എന്തു പറ്റി? സ്ഥാപനങ്ങൾ ഒഴിഞ്ഞു കിടക്കാൻ പോവുകയാണ്. ഇന്ന് വിദേശത്ത് മക്കൾ പോയി, മാതാപിതാക്കൾക്ക് മക്കളില്ല, ജോലി ചെയ്യാൻ മക്കളില്ല, ഒരു സ്ഥലത്ത് നമുക്ക് മക്കളില്ല. നമ്മൾ മക്കളെന്ന് വേണ്ടെന്ന് വെച്ചപ്പോൾ സത്യത്തിൽ നമ്മൾ തകർത്തത് സഭയെയും തകർത്തു, സമൂഹത്തിന് തകർത്തു. നമ്മൾ നമ്മുടെ സുഖം മാത്രം നോക്കിയപ്പോൾ സ്വാർത്ഥതയുള്ള സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കുറച്ച് സമൂഹത്തെ മാത്രം നമ്മൾ അവശേഷിപ്പിച്ച് നമ്മളും വലിയ താമസമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ്. അവിടെ നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരമായിരിക്കട്ടെ ലോകത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. ലോകത്തുള്ള മുഴുവൻ നാനാജാതി മതസ്ഥരായ ഏത് മതത്തിലായാലും ഏത് സഭയിലാണെങ്കിലും ഏത് വിഭാഗത്തിലാണെങ്കിലും ദൈവമേ, നന്മ നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എത്രയോ സമയങ്ങളുണ്ട്. ആ സമയങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ അനന്തരഫലം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുള്ള സമൂഹത്തിന് നന്മ കൊടുക്കുന്ന എത്രയോ വിശുദ്ധരെ, എത്രയോ നന്മയുള്ള നേതാക്കന്മാരെ നമുക്ക് ഉയർത്താൻ സാധിക്കും. പലപ്പോഴും ജീവിതത്തിൽ വിജയിച്ച, ഉന്നതി പ്രാപിച്ച, രാഷ്ട്രീയമായിക്കോട്ടെ, സാംസ്കാരികമായിക്കോട്ടെ, സാമ്പത്തിക മേഖലയിൽപ്പെട്ടവരായിക്കോട്ടെ, അവരോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പഠിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് അനുഭവത്തിൽ അവർക്ക് കിട്ടിയ ദൈവസ്നേഹത്തിൻ്റെ, കരുണയുടെ ഒരംശം പറഞ്ഞുകൊണ്ട് നീതിബോധത്തിൽ ജീവിക്കുന്ന അനേകരെ കാണാൻ പറ്റും. ആ നീതിബോധത്തിൻ്റെ ഉറവിടം അവർക്ക് ലഭിച്ചത് ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ അനന്തരഫലവും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനവുമാണ്. ഇന്ന് പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് മാത്രം കൊടുക്കാതെ, നല്ല സ്കൂൾ മാത്രം തേടിപ്പോകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരു മനസ്സും ഒരു സമയവും ഒരു ജീവിതവും മാതാപിതാക്കളായ നമുക്കുണ്ടാകണം. നമ്മൾ ചിലർ പറയില്ലേ, ആ സ്കൂളിലേക്ക് വിടണ്ട, സ്റ്റാൻഡേർഡ് മോശമാണ്, അങ്ങോട്ട് വിടണ്ട, ഇങ്ങോട്ട് വിടണ്ട. സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാണുള്ളത്? അവർക്ക് വേണ്ടി യാചിക്കാൻ ആരാണുള്ളത്? കർത്താവ് ഒരിക്കൽ അബ്രഹാമിനോട് ചോദിച്ച ചോദ്യം നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. അബ്രഹാം തന്നെ ചോദിക്കുന്നുണ്ട്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ, 40 ഉണ്ടെങ്കിൽ, 30 ഉണ്ടെങ്കിൽ, 10? നമ്മുടെ ദൈവം ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തോട് കരുണ കാണിക്കുന്നവനാണ്. മാതാപിതാക്കളെ, നമുക്ക് നീതിബോധം ഉണ്ടാകട്ടെ. ആ നീതിബോധം നമ്മളെ ഭരിക്കട്ടെ. അത് ദൈവസന്നിധിയിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ പാപത്തിൻ്റെ മേൽ ശിക്ഷ ഉണ്ടാകാതെ അത് മറയപ്പെടുന്നതിന് മതിലായി തീരാൻ ഇടയാകട്ടെ. നെഹമ്യാവിനെ പോലെ, എസ്രായെ പോലെ മാതാപിതാക്കൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾ പഠിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെൻസ് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുക, കോമൺ സെൻസും കൂടി ഉണ്ടായിരിക്കും. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ജ്ഞാനത്തിൻ്റെയും എല്ലാം ഉറവിടമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യാപകൻ ദൈവമാണ്. ദൈവം നമുക്ക് പൂർവ്വപിതാക്കന്മാരിലൂടെ, യേശുവിലൂടെ, പ്രവാചകന്മാരിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അബ്രഹാം പിതാവിനോട്
ഒരിക്കൽ പിതാവായ ദൈവം പറഞ്ഞു, നീ ഇസഹാക്കിനെ ബലി കഴിക്കുക. സത്യത്തിൽ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട്, ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, വിശ്വാസികളുടെ പിതാവായിട്ട് ഒക്കെയായിട്ടാണ് നമ്മൾ ഈ ഭാഗത്തെ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: പിതാവായ ദൈവം അബ്രാഹാമിനെ ദൈവം ആരാണെന്ന് പഠിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം മാത്രമാണ് അബ്രാഹാമിന് വെളിപ്പെടുത്തി കൊടുത്തത്. ആ സ്നേഹം മനസ്സിലാക്കിയപ്പോഴാണ് അവൻ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ടത്. ഇന്ന് പലപ്പോഴും പല സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോയിട്ട് നഷ്ടപ്പെട്ടു പോയ അനേകരുണ്ട്. ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചവരുണ്ട്. മയക്കുമരുന്നിൽ പോയ മക്കളുണ്ട്. ഒരുപക്ഷേ റാഗിങ്, കൊലപാതകങ്ങൾ ഒക്കെ സംഭവിച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങൾ അതിൽ പ്രതികളെ അല്ലായിരിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ സാഹചര്യങ്ങളെതിരായിട്ടോ അതല്ലെങ്കിൽ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്തേക്ക് വീണുപോയി കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന നമ്മുടെ പല മാതാപിതാക്കളും നിരാശപ്പെട്ടുകൊണ്ട് അവർ മനസ്സ് മരവിച്ച് ഞങ്ങൾക്കിങ്ങനൊരു കുഞ്ഞുണ്ടായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കാറുണ്ട്. പല മാതാപിതാക്കളും പറയാറുണ്ട്, ഞാൻ അവനെ ഉന്നത സ്ഥലത്ത് പഠിപ്പിക്കാൻ വിട്ടതാണ്, അവനെ ഞാൻ ദൂര സ്ഥലത്ത് പഠിപ്പിക്കാനായിട്ട് വിട്ടതാണ്, പക്ഷേ നിർഭാഗ്യവശാൽ അവൻ പണത്തിൻ്റെ വില മനസ്സിലാക്കിയില്ല, അപ്പൻ്റെ അമ്മയുടെയും കഷ്ടപ്പാട് മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് എന്തു പറ്റി, അവൻ ഉഴപ്പി ധൂർത്തനായി അടിച്ച് അവൻ നശിച്ചുപോയി. എന്നോട് എൻ്റെ ദൈവം എന്തിനിങ്ങനെ ചെയ്തു? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കിങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചതെന്ന് ഓർത്ത്, മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ, നിങ്ങൾ അബ്രാഹാമിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട്. എന്താണ് അബ്രാഹാം പഠിപ്പിച്ച പാഠം? പിതാവായ ദൈവം പറഞ്ഞു, ഇസഹാക്കിനെ ബലി കഴിക്കുക. സത്യത്തിൽ കാത്തിരുന്ന് ദീർഘനാൾ കൊണ്ട് കിട്ടിയൊരു കുഞ്ഞായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അബ്രാഹാം ഈ മകനെ ബലി കഴിക്കാൻ പോയ കാര്യം സാറായോട് പറഞ്ഞൊന്നും അറിയത്തില്ല. പക്ഷേ ബലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാകും, ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ പോകുന്ന വഴിക്ക് ഇസഹാക്ക് ചോദിക്കുന്നുണ്ട് അപ്പനോട്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗം എന്തിയേ? അപ്പോൾ അവർക്കുടെ സംഭാഷണത്തിൽ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, ബലി കഴിക്കാനാണ് പോകുന്നത്. അബ്രാഹാം നുണ പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു യാത്ര ആ മലയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല അധ്യാപകനാണ് ദൈവം, നല്ല അധ്യാപകനാണ് അബ്രാഹാം. അബ്രാഹാമിന് പറയാൻ പറ്റില്ലല്ലോ, എടാ മോനെ നിന്നെയാണ് ഞാൻ ബലി കഴിക്കാൻ വന്നേക്കുന്നത്. ഒരുപക്ഷെ അത് പറഞ്ഞാൽ ചെറുക്കൻ ചിലപ്പോൾ ഓടിപ്പോകും. പ്രായം ചെന്ന് അബ്രാഹാമിനെ എങ്ങനെ കൂട്ടിക്കൊണ്ട് വരാനാണ്? ദൈവത്തിന് മുമ്പ് അനുസരണക്കേടാവും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ പഠിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. എങ്ങനെയാണ് അവൻ പഠിപ്പിച്ചത്? അവൻ മകനോട് പറഞ്ഞു, മോനെ ബലി അർപ്പിക്കാൻ നേരത്ത് ആദ്യം വിറകടക്കണം, ആദ്യം കല്ല് വെക്കണം, അതിന് മുകളിൽ വിറകടക്കണം. വിറകടക്കിയിട്ട് എന്ത് ചെയ്യണം? ജീവനോടെയാണല്ലോ ബലി കഴിക്കേണ്ടത്. അതുകൊണ്ട് മൃഗം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിൻ്റെ കാല് കെട്ടണം, കൈ കെട്ടണം, അതിന് എല്ലാം കെട്ടി ദഹിപ്പിക്കാനാണല്ലോ നമ്മൾ വിറക് വെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുകളിലും വിറക് വെക്കണം. സത്യത്തിൽ ഈ ഒരു പ്രാക്ടീസ് അബ്രാഹാം ഇസഹാക്കിന് ചെയ്ത് കാണുമായിരിക്കും. അവൻ്റെ കൈ കെട്ടി കാണും, കാല് കെട്ടി കാണും. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് അപ്പൻ തന്നെയാണ് ബലി കഴിക്കണമെന്നുള്ള ബോധം ആ കുഞ്ഞിനുണ്ടാകുന്നത്. അപ്പോഴേക്കെല്ലാം കഴിഞ്ഞു, പഠനമെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് അബ്രാഹാമിന് പ്രതീക്ഷയുണ്ട്, ഇനി ബലി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ആ ബലി അതോടെ തീർന്നായിരുന്നെങ്കിൽ അബ്രാഹാമിന് താഴെ ചെന്നിട്ട് വേണമെങ്കിൽ പണ്ട് യൗസേപ്പിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ വേണമെങ്കിൽ പറയാം, അതാ കൊച്ചിനെ ഒരു മൃഗം കടിച്ചു കൊന്നു, ഞാൻ കഷ്ടി രക്ഷപ്പെട്ടു സാറാ, നിനക്ക് ഞാനെങ്കിലും ഉണ്ടല്ലോ, കൊച്ചാനെ നഷ്ടപ്പെട്ടുള്ളൂ, നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ അബ്രാഹാം വാളെടുത്ത സമയത്താണ് ദൈവം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞതാണ് പിന്നീട് പ്രതിസന്ധിയായത്. സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിനെ അഴിച്ചുവിടാൻ നേരത്ത് പിന്നെ അപ്പൻ്റെ മുഖത്തേക്ക് ഇസഹാക്ക് ഒരു നോട്ടം നോക്കും. എൻ്റെ അപ്പൻ ടെസ്റ്റ് ചെയ്യാൻ എന്നെ തന്നെയാണോ കിട്ടിയത്? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവം എങ്ങനെയായിരിക്കും അബ്രാഹാമിന് മറുപടി കൊടുത്തത്? ഒരുപക്ഷെ രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ ജീവിത പങ്കാളി, തൻ്റെ മകൻ തന്നെ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ബലിയർപ്പിക്കാം അപ്പന് എന്ന ചിന്തയിലിരിക്കുമ്പോൾ ദൈവത്തോട് അബ്രാഹാം ചോദിച്ചു കാണും, പിതാവായ ദൈവമേ, നീ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചിട്ടും എനിക്കെന്താണ് എൻ്റെ ഈ ജീവിതത്തിൽ
സംഭവിച്ചത്. അപ്പോൾ അബ്രാഹാമിന് പിതാവായ ദൈവം കൊടുത്തൊരു മറുപടി ഉണ്ടാകും. അബ്രാഹാം, ദേ നിൻ്റെ മകനെ ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് ഈ ബലി വസ്തുക്കളുമായി മുന്നോട്ട് ചെന്ന് അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയതിന് ശേഷം നിൻ്റെ മകനെ നിനക്ക് തിരിച്ചു കിട്ടി. പിന്നെ ദൈവത്തിൻ്റെ ഹൃദയമാണ് അബ്രഹാമിന് പകർന്നു കൊടുത്തത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാം, നിൻ്റെ മകനെ നിനക്ക് തിരിച്ചു കിട്ടി. എൻ്റെ മകനെയും ഒരു ദിവസം ഇതുപോലെ കൊണ്ടുപോകും അബ്രഹാം. എൻ്റെ ഓമനപുത്രനെ കുരിശ് ചുമപ്പിച്ചുകൊണ്ട് ഗാഗുൽത്തായുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ മകനെയും ഇതുപോലെ ബലിവസ്തുവാക്കി തീർക്കുന്ന ഒരു നിമിഷമുണ്ട് അബ്രഹാം. നിനക്ക് നിൻ്റെ മകനെ തിരിച്ചു കിട്ടി അബ്രഹാം, എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടിയിട്ടില്ല. സത്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ തൻ്റെ പുത്രൻ്റെ ആ സ്നേഹത്തിൻ്റെയും തൻ്റെ മകൻ നഷ്ടപ്പെടുന്നതിൻ്റെ ആ വേദനയുടെ ആ രഹസ്യവും അബ്രഹാമിന് പഠിപ്പിക്കുവാനാണ് ഈ ഒരു ബലി പിതാവായ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും തരത്തിൽ വേദനിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒന്നുമായിട്ടില്ലെന്ന് ഓർത്ത് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, പിതാവായ ദൈവമേ, ഇതാ ഞങ്ങളെക്കുറിച്ചുള്ള നീ കഷ്ടപ്പെട്ട് ഞങ്ങളെ തൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് ഈ ഭൂമി ജീവിക്കാൻ ഞങ്ങളെ അനുവദിച്ച പിതാവായ ദൈവമേ, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിനക്ക് എത്രമാത്രം വേദനയാണുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഇത്രമാത്രം വേദനയുണ്ടായെങ്കിൽ ആകാശമേ കേൾക്ക്, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എൻ്റെ മക്കൾ എന്നോട് എത്രമാത്രം എതിർത്ത് നിൽക്കുന്നു. കാളയ്ക്ക് ഉടയവനെയും കഴുതയ്ക്ക് പുൽത്തൊട്ടിയും അറിയാം, എൻ്റെ ജനത്തിന് അറിവില്ലല്ലോ എന്ന അങ്ങയുടെ കണ്ണുനീരിന് ഞാൻ എൻ്റെ കണ്ണുനീർ കാഴ്ചവെക്കുന്നു. എൻ്റെ മക്കളെ ഓർത്തുള്ള കണ്ണുനീരുകൾ, എൻ്റെ മക്കളെ ഓർത്തുള്ള ദുഃഖങ്ങൾ നിൻ്റെ കണ്ണുനീരിനോട് ചേർത്ത് ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി നിൻ്റെ ബലിയോട് ഞാനും എൻ്റെ ജീവിതം ചേർത്ത് വെക്കുന്നു എന്ന പ്രാർത്ഥനയാണ് ഇതിനുത്തരം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാവീദിനെ പോലെ ഒരു നല്ല ഹൃദയം കൂടി ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ജ്ഞാനം കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാനായി ശലോമോന് സാധിച്ചില്ല. അതുകൊണ്ട് ഹൃദയശുദ്ധതയുള്ള ദാവീദിനെ പോലെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാനും തിരുത്തുവാനും സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനുള്ളൊരു ഹൃദയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ജ്ഞാനം പാപത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ പാപങ്ങളെയും അവരുടെ ഭോഷത്വങ്ങളെയും അലസതകളെയും മടിയും എല്ലാം നീക്കിക്കളയുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപം കൂടാതെ ഈ ഭൂമി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, പഠിക്കാൻ സാധിക്കാത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് ഓർത്തെടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. പഠിച്ചത് ഓർത്താലും എഴുതാനോ അത് പ്രതിഫലിപ്പിക്കാനോ സാധിക്കാത്ത എത്രയോ കുഞ്ഞുങ്ങളാണുള്ളത്. അവർക്ക് അറിവുണ്ട്, പക്ഷെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തോറ്റുപോവുകയാണ്. എക്സാം എഴുതാൻ തുടങ്ങുമ്പോൾ അവർക്കെല്ലാം അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ പ്രതിഫലിപ്പിക്കാനോ അവതരിപ്പിക്കാനോ സാധിക്കാത്തതിൽ വിഷമിക്കുന്ന എത്രയോ മക്കളാണുള്ളത്. ദൈവമേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ. യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ പഠിപ്പിക്കും. അവൻ വന്നു കഴിഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഓർമ്മിപ്പിക്കാനും സാധിക്കും. ഈ വചനത്തിൻ്റെ ശക്തിയാലും അനന്തയോഗ്യതയാലും പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ഓർമ്മകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അബ്രാഹാമിന് തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുണ്ടായ വേദന, അവൻ അനുഭവിച്ച അസ്വസ്ഥതകളെല്ലാം തൻ്റെ ഏകജാതനെ ഗാഗുൽത്തായിലേക്ക് കൊണ്ടുപോകുമ്പോൾ, കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരപ്പൻ അനുഭവിക്കുന്ന വേദനകളെല്ലാം ദൈവം ഒരു മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത വെളിപാടാണ്. വിശ്വാസത്തിൻ്റെ പിതാവെന്ന് അബ്രാഹാം വിളിക്കപ്പെട്ടതെങ്കിൽ, കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ പരാജയങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ മക്കളുടെ വേർപാടുകൾ വിശ്വാസത്തിൻ്റെ പിതാവാകാനുള്ള, വിശ്വാസത്തിൻ്റെ മാതാവാകാനുള്ള വിളിയായി ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള ഒരു ജീവിതമാണെന്ന് തിരിച്ചറിയാൻ
ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നിൻ്റെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. Maria.